ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലഡു ആണ് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു അരിപ്പയിലേക്ക് 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് അരിച്ചെടുക്കുകയാണ്. നമ്മൾ കുറേ ദിവസം കടലമാവൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അരിച്ചെടുത്ത കടലമാവ് ഞാനൊരു കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും ഒരു പിഞ്ച് സോഡാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ അളന്നെടുത്തിട്ടുള്ളത് അതിന് തന്നെ അളന്നിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഇല്ലെങ്കിൽ കുറച്ച് കൂടുതലായി പോവും. ഈ ഒരു അളവാണ് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി. ഇനി ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ 2 കപ്പ് നമ്മൾ ഗ്ലാസ്സിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് മാവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ 1 ഗ്ലാസ് വെള്ളം എടുത്താൽ മതി. ഏത് പാത്രത്തിലാണോ നമ്മൾ അളന്നെടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് വേണം അളന്നെടുക്കാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് വേണ്ടത്. കോരി ഒഴിച്ച് കൊടുക്കാൻ പാകത്തിലുള്ള ഒരു മാവ്. ഒരുപാട് തിക്കാവണ്ട, ഒരുപാട് ലൂസും ആവണ്ട കേട്ടോ. ഇനി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സ്പൂൺ വീതം കോരി ഒഴിച്ച് വേവിച്ചെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ടൊന്നും എടുക്കണ്ട കേട്ടോ. 2 വശവും ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അതുപോലെ തന്നെ കളറൊന്നും ചേഞ്ച് ആവാൻ പാടില്ല. ഈ ഒരു കളറിൽ തന്നെ നമുക്ക് 2 വശവും ഒന്ന് വെന്ത് കിട്ടുകയാണ് വേണ്ടത്. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം. എല്ലാ ഗ്യാപ്പിലും മാവ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് പാൻ ഫുള്ള് ഫില്ല് ചെയ്തെടുക്കാം. പ്രത്യേകിച്ചൊരു ഷേപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കത് നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ ഭാഗത്തും നിറച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വശം വെന്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് മറ്റേ വശം കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ 2 വശം കൂടി കുക്കാവുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ ബാച്ചിൽ ഇട്ടിട്ടുള്ളതെല്ലാം 2 വശവും ഒരുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള മാവും ഇതേപോലെ തന്നെ നമുക്ക് ഒഴിച്ച് പാൻ ഫുള്ള് ഫില്ല് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഷേപ്പും കാര്യങ്ങളൊന്നും നോക്കണ്ട, ഏത് രീതിയിലാണ് നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുള്ള ഇത് നമുക്കിവിടെ ഒന്ന് ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ചൂടാറിയ ശേഷം നമുക്ക് മിക്സി ജാറിൽ ചേർത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. ഇതിപ്പോൾ 2 ബാച്ചും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു ബാച്ച് കുറച്ച് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണ്ട, ബൂന്തിയുടെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് പൊടിച്ചെടുക്കാം. ശേഷം നമുക്ക് അടുത്തൊരു ബാച്ചും കൂടി ഉള്ളത് പൊടിച്ചിട്ടെടുക്കാം. ഇവിടെ ഇപ്പോൾ നല്ല മഴ പെയ്യാണ്, അതുകൊണ്ട് വോയിസ് കൊടുക്കുന്ന ടൈമിൽ അതിൻ്റെ ഇടയിൽ കൂടി മഴയുടെ സൗണ്ടും കൂടി കേൾക്കുന്നുണ്ട് കേട്ടോ. ഫ്രൈ ചെയ്യണ സമയത്ത് ലാസ്റ്റ് ഇട്ട ബാച്ചിൽ കുറച്ച് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് പൊട്ടിച്ച് കളഞ്ഞു കൊടുക്കാം. കാരണം കളർ ചേഞ്ച് ആയിട്ടുള്ളതിന് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ലഡുവിൻ്റെ ടേസ്റ്റൊക്കെ ആകെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പാനിൽ 1 കപ്പ് നമ്മൾ അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിന് 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കൂടി ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്കപ്പൊടിയാണ്. അതുപോലെ ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്, മഞ്ഞൾപ്പൊടിയല്ല. പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഫുഡ് കളറിന് പകരമായിട്ട് മഞ്ഞൾപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പഞ്ചസാരപ്പാനിയൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം.
ഒന്ന് മിക്സായി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ലഡുവൊക്കെ ഒരുമാതിരി സോഫ്റ്റായി അലിഞ്ഞു പോകുന്ന ആ ഒരു പരുവത്തിലായിരിക്കും കിട്ടുക. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ സമയത്ത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഒന്ന് തണുത്ത് കിട്ടണം. അപ്പോൾ തണുത്തതിന് ശേഷം വേണം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ലഡുവിൻ്റെ ഈ ഒരു മിക്സ് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ തണുത്തിട്ടില്ല. നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിനൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതിൽ റൈസിൻസ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ലഡുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ.